ഉഇദ്ദത്ത് ലിൽ മുത്തഖീൻ, തഖ്വയുള്ളവർക്ക് വേണ്ടി ഒരുക്കിയതാണ് സ്വർഗമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു. ആ സ്വർഗത്തിലേക്ക് നിങ്ങൾ പെട്ടെന്ന് വരൂ. എന്താണ് ആ മുത്തഖീങ്ങളുടെ പ്രത്യേകത? അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വദ്ദറാഇ വൽകാദിമീനൽ ഗൈള വൽആഫീന അനിൻ നാസി വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ. ആരാണ് ആ സ്വർഗത്തിൽ തയ്യാറാക്കപ്പെട്ട മുത്തഖീങ്ങൾ? അവർക്ക് സന്തോഷമുണ്ടാകുന്ന സമയത്തും പ്രയാസമുണ്ടാകുന്ന സമയത്തും അവര് ഭക്ഷണം കൊടുക്കുന്നവരാണ്, അല്ലെങ്കിൽ ചെലവ് ചെയ്യുന്നവരാണ്. മകന്റെ കല്യാണം സന്തോഷമുള്ളതാണ്, ബാപ്പ മരിച്ചത് സങ്കടം ഉണ്ടാകുന്ന സമയമാണ്. ഈ രണ്ട് സമയത്തും ഭക്ഷണം കൊടുക്കും, നഫഖത്ത് ചെലവ് കൊടുക്കും, ഭക്ഷണം കൊടുക്കും, സ്വതക്ക കൊടുക്കും. അത് മുത്തഅല്ലിമീങ്ങൾക്ക് കൊടുക്കും, യതീം കുട്ടികൾക്ക് കൊടുക്കും, നാട്ടിലുള്ള സാധുക്കൾക്ക് കൊടുക്കും, നാട്ടുകാരായ ആളുകൾക്ക് മൊത്തത്തിൽ കൊടുക്കും. പണക്കാരെ മാത്രം വിളിച്ചു കൊടുക്കുന്നത് ഹറാമാണ്. അങ്ങനത്തെ സദ്യയിൽ പങ്കെടുക്കാനും പാടില്ല. നാട്ടിലെ പൈസക്കാര് മാത്രം, നാട്ടിലെ പൈസക്കാര് മാത്രം ഒരു മംഗലത്തിന് വിളിക്കുക, ഒരു മൗലിദിന്, നമ്മളെ വർക്കത്തൊരു മൗലിദിന് വലിയ വലിയ വിഐപികൾ മാത്രം. ആ നാട്ടിൽ 2-3 ഫക്കീർമാരുണ്ട്, അല്ലെങ്കിൽ മിസ്കീന്മാരുണ്ട്, ഓരോന്നും പരിപാടിക്ക് വിളിച്ചിട്ടില്ല. എന്നാ പിന്നെ ആ പരിപാടിക്ക് പോകാൻ പാടില്ല. അള്ളാഹു നമ്മളെ കൽബ് നന്നാക്കി തരും. ഫക്കീറുമാരില്ലായിരുന്നെങ്കിൽ പണക്കാരെന്നെ ഹലാക്കാകുമായിരുന്നു. പണക്കാരുടെ ധർമ്മമില്ലെങ്കിൽ പാവപ്പെട്ടവരെന്നെ ഈമാൻ തെറ്റി കുഫറിലേക്ക് പോകുമായിരുന്നു. രണ്ടും നമുക്ക് ആവശ്യമാണ്. ഫക്കർ ആവശ്യമാണെന്നല്ല, ഫക്കറുള്ള ആളുകളെ സഹായിക്കുന്നവർക്ക് അവർക്ക് ഈമാൻ അല്ലാഹു തആല നൽകട്ടെ. പണക്കാർക്ക് അല്ലാഹു തആല വർധനവ് കൊടുത്തിട്ട് അത് അള്ളാന്റെ പൊരുത്തത്തിൽ ചെലവാക്കാനുള്ളതാണെന്നും അള്ളാന്റെതാണെന്നുള്ള ബോധവും അല്ലാഹു തആല കൊടുക്കട്ടെ. നമ്മൾ ആരെയും ഫഖർ കൊണ്ട് അല്ലാഹു തആല പരീക്ഷിക്കാതിരിക്കട്ടെ. നല്ല സന്തോഷമുള്ള സമയത്തും ചെലവാക്കുക, സങ്കടമുള്ള സമയത്തും ചെലവാക്കുക. പിടിച്ചു വെക്കുന്നവരാകരുത്, പിശുക്കന്മാരാകരുത്. ഒരു ദിവസം ഒരു 10 റുപ്യ ഉണ്ടെങ്കിലും, 12 റുപ്യ എന്നാ പറയാ, പിന്നെ വിലയില്ല, ഒരു 10 രൂപ കൊണ്ടെങ്കിലും സ്വതക്ക ചെയ്യണം. ഒരു കാരക്കച്ചീള് കൊണ്ടെങ്കിലും നരകത്തെ കാക്കണേ എന്ന് പരിശുദ്ധ മുഹമ്മദുർ റസൂലുള്ളാഹ്. സ്വതക്ക വല്ലാത്ത സന്തോഷമാണ്. സ്വതക്ക ആപത്തുകളെ തട്ടുന്നതാണ്. സ്വതക്ക ഖൈറാത്തുകളെ വലിച്ചു കൊണ്ടുവരുന്നതാണ്. സ്വതക്കകൾ നമ്മുടെ സമ്പത്തിൽ വർധനവുണ്ടാക്കുന്നതാണ്. സ്വതക്ക ജനങ്ങളിലേക്ക് നമ്മളെ അടുപ്പിക്കുന്നതാണ്. സ്വതക്ക അല്ലാഹുവിലേക്ക് നമ്മളെ അടുപ്പിക്കുന്നതാണ്. സ്വതക്ക മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖൽബിൽ ഇടം തരുന്നതാണ്. സ്വതക്ക സ്വർഗ്ഗത്തിലേക്ക് നമ്മളെ അടുപ്പിക്കുന്നതാണ്. പിശുക്ക് എന്ന് പറയുന്നത് ജനങ്ങളെ തൊട്ടകറ്റുന്നതാണ്, അല്ലാഹുവിനെ തൊട്ടകറ്റുന്നതാണ്, അവന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ടകറ്റുന്നതാണ്, സ്വർഗത്തിൽ നിന്ന് അകറ്റുന്നതാണ്, നരകത്തിലേക്കേറെ അടുപ്പിക്കുന്നതാണ്. അതുകൊണ്ട് ബുഖലുണ്ടാകരുത്. ആരെങ്കിലും ചോദിച്ചു വന്നാൽ ആട്ടി ഓടിക്കരുത്. എന്തിന് വന്നാലും ആട്ടി ഓടിക്കാൻ പാടില്ല. എന്ത് വെള്ളം ചോദിച്ചു വന്നാലും, സമ്പത്ത് ചോദിച്ചു വന്നാലും, ചിലപ്പോ ചില നമ്മളെ ഈ ടൗൺ ഏരിയയിലൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ ഉസ്താദെ പറഞ്ഞ് പോ ഉസ്താന്ന് പറയുന്നത് എന്ന് പറഞ്ഞാല്, ഒരാള് ബെല്ലടിച്ച് കയറി കഴിയുന്നത് കൊടുത്തു, വീട്ടിൽ പോയി ഒന്ന് എന്തോ പണിയെടുക്കുമ്പോ, അല്ലെങ്കിൽ എന്തോ ചെറിയ എന്തെങ്കിലും ചെല്ലുമ്പോ, അല്ലെങ്കിൽ ഓതുമ്പോ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രവർത്തനം നടത്തുമ്പോഴേക്ക് അടുത്ത വെല്ലോ. ഒരു ദിവസം തന്നെ 4-5 ആളും 10 ആളൊക്കെ വരികയാണ്. അത് സ്ഥാപനത്തിൻ്റെതാകാം, മകളെ കെട്ടിക്കുന്നതാകാം, വീടില്ലാത്തതാകാം, രോഗികളാകാം, സാന്ത്വന പ്രവർത്തകരാകാം, ആരുമാകാം. അങ്ങനെയൊക്കെ വന്നുകൊണ്ടിരിക്കുമ്പോ പൊതുവെ ദേശങ്ങ് വന്ന് പോസ്തവെ പറഞ്ഞ് പോയക്കലാണ്. പോകാൻ പാടില്ല, പറഞ്ഞു പോകലുണ്ടല്ലോ, അതുണ്ടാകാൻ പാടില്ല. മോമിനായ മനുഷ്യന്റെ ഒരിക്കലും പറഞ്ഞു പോക്കുണ്ടാകാൻ പാടില്ല, ദേഷ്യം പിടിച്ച് പോകാൻ പാടില്ല. അല്ലാഹു നമ്മുടെ ഖൽബ് നന്നാക്കി തരട്ടെ. കൊടുക്കാനൊന്നുമില്ല. ഇവിടെ തന്നെ ഒരു സാന്ത്വനത്തിന്റെ കിറ്റ് കിട്ടിയെങ്കിൽ ഹൈറ് നിവഹിക്കുന്ന സംഭവം എപ്പോഴും ഒരു പുര എടുത്ത് പോയതാ. കുറച്ച് ഉഷാറുള്ള പുരയാ, കച്ചവടം പോയി ഹലാക്കായി പോയി. ഇപ്പൊ ഒന്നുമില്ല. ചില ആളുകളുണ്ട് അങ്ങനെ, സദസ്സിൽ പോയിരിക്കാൻ ഭയങ്കര ബേജാറാ. ഉസ്താദെ മുമ്പെല്ലാം എന്തെങ്കിലും കൊടുക്കലുണ്ട്, ഇപ്പൊ ആചാരൊന്നും കൊടുക്കുന്നില്ലേ എന്ന് ഉസ്താദിന് എന്നെ ഒരു തോന്നല് വന്നെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് സദസ്സിൽ പോയിരിക്കാൻ കഴിയാത്ത ആളുണ്ടാവും. അല്ലാഹു തആല അവർക്കൊക്കെ നല്ല റഹ്മത്ത് ചെയ്ത് കൊടുക്കട്ടെ.
ഞാൻ പൊതുവേ വാതിൽ ഇവിടെ പിരിവൊന്നുമില്ലല്ലോ, അള്ളാഹു തആല സന്തോഷം തട്ടെ. പിരിക്കേണ്ട സദസ്സാണെങ്കിൽ തന്നെ ഞാൻ ആദ്യം പറയും, സദസ്സിൽ തീരെ വയ്യാത്ത ആളുണ്ടാവും. ബാലിന് പോകുന്നതിലെന്ന് വെച്ചാൽ നല്ല കുപ്പായിലിട്ടിട്ട് വന്നിരിക്കും, സ്ഥിരയിലിട്ടിട്ട്. നമ്മൾ കണ്ടാ വിചാരിക്കും മൂപ്പർ വലിയ പൈസക്കാരനാണ്, ചിലപ്പോ ഒന്നും ഉണ്ടാവൂല. ഞാൻ അങ്ങനത്തെ അവിടെ ആദ്യം തന്നെ പറയും, ഒന്നും കൊടുക്കണ്ട, എത്ര വലിയ ബാല് കെട്ടിട്ട് നിങ്ങൾ പറയാൻ നിൽക്കണ്ട. ചില വളവന്മാരുണ്ടോ ഒരു ടീഷർട്ട് ഇട്ടിട്ട് വരും, ഇവിടെ ടീഷർട്ട് ദേഷ്യം പിടിച്ചേക്കല്ല, തമാശ പറഞ്ഞതാ. കീശയില്ലാത്ത കുപ്പായ ഇട്ടിട്ട് വരും. ആ നാട്ടിന്റെ ഏകദേശം സ്ഥലങ്ങളും അയാളെ കൈമേരിക്കും. ഫ്ലൈറ്റിൽ വരെ കച്ചവടത്തിന് മൂപ്പർക്ക് ഷെയർ ഉണ്ടാവും. അങ്ങനത്തെ മുതലാളിയായിരിക്കും. ഒരു ഉറുപ്പ്യ കൊടുക്കൂല. ആ ജുമാക്ക് ഉരുട്ടണ ഒരു സാധനം ഉണ്ട്. ജുമാന്റെ മുമ്പിലെ ഉരുട്ടണ ഒരു സാധനം ഇല്ലേ, ഖുതുബന്റെ സ്ഥലത്താ ചില സ്ഥലത്തിൽ ഉരുട്ടല്. നമ്മൾ ഖുതുബ പോകാൻ അത് മതി. ജുമ അല്ലാഹു തആല നമ്മളെ നന്നാക്കി തരട്ടെ. ജുമാ കഴിഞ്ഞ് സലാം വീട്ടിയ ഉടനെ ഉരുട്ടലാ നല്ലത്. അപ്പൊ ആ ഉരുട്ടുന്ന ഉരുട്ടലിൽ ചില ആളെന്ത് ചെയ്യുന്നറിയോ, പോക്കറ്റിലും കൈയിടൂല, ഇതിന്റെ മുകളിലും കൈ വെക്കൂല. ആ വെച്ചെടുത്ത് തന്നെ ഉണ്ടോ ഈ ബക്കറ്റ്. ഇല്ലാള് ഫുള്ള് പോയാൽ ഈ ബക്കറ്റ് മുമ്പ് തന്നെ ഉണ്ടോ, ഒന്ന് നീക്കി കൊടുക്കും വരെയില്ല. അങ്ങനെ ഉണ്ടല്ലോ ഒരു സഹായം, അതിന് പൈസ ഇടുന്നില്ല. ഈ വെള്ളിയാഴ്ച വരുന്ന സാധനം ഉണ്ടല്ലോ, ആ ഉരുട്ടുന്ന സാധനം ഇവിടെ ഉണ്ടോന്ന് അറിയാം, നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ആ ഉരുട്ടുന്ന സാധനത്തിൽ ഇട്ടത് ഒരു 100 രൂപ 500 രൂപ ഒരു മനുഷ്യനും ഇവിടെ ഇല്ല. 10 രൂപ 20 രൂപ കീറാനായതെല്ലാം തന്നെ അതിലിടല്. പക്ഷെ എന്നാൽ അതുകൊണ്ട് ആരും മുടിഞ്ഞു പോയിട്ടൊന്നുമില്ല, കൊടുക്കൂല. പൊതുവെ ചില മനുഷ്യന്മാരെ കഥ ഞാൻ പറഞ്ഞത്. ചിലയാളെന്ത് ചെയ്യുന്നറിയോ, അതിന്റെ മുമ്പ് അല്ലാഹു അക്ബർ, അത് അപ്പുറമായി ഗേറ്റ് അടച്ച്. ഇനിയിപ്പോ ഈ വണ്ടി പോകാണ്ട് ഈ ഗേറ്റ് തുറക്കൂല, ഇയാൾ സലാം വിട്ടാണ്ട് ഈ സാധനം ഇപ്പുറം എത്തൂല. അപ്പോഴത്തേക്കും ആളെല്ലാം പെറുക്കെത്തിയിട്ടുണ്ടാവും. അങ്ങനെ എല്ലാം ഇടങ്ങാറാക്കണ മനുഷ്യന്മാരുണ്ട്. ഒന്നും ചെയ്യാൻ പാടില്ല. അവർ കറണ്ട് ബില്ല് അടച്ചോട്ടെ, അതിനെക്കൊണ്ട് എന്താ, പള്ളിന്റെ എന്തെങ്കിലും ഒരു സംഗതി മാറ്റാൻ വേണ്ടി അത് പറ്റുമല്ലോ. ഒരു ഹൈറാണത്, ഒരു നഷ്ടമില്ലാത്ത ഹൈർ. ഒരു 10 രൂപ കൊടുത്താൽ ആരും മുടിഞ്ഞു പോവില്ല. അതുകൊണ്ട് ഒരു ബസ്സിന്റെ പൈസ വരെ ആവൂല. അല്ലാഹു തആല നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ. ഞാൻ പറഞ്ഞത്, അങ്ങനെ കൊടുക്കാത്ത മനുഷ്യന്മാർ ചില ആൾ പറഞ്ഞു, ഞാനിങ്ങനെ വെള്ളിയാഴ്ച തന്നെ പള്ളിയിൽ പോകാൻ മടിയാ, ഒരേ പിരിവാ. ആര് ഈ ടീഷർട്ട് ഇട്ട് വരുന്ന കൊടുക്കുന്നവനൊന്നും പോലെ ഓൻ എപ്പം കൊടുത്തോണ്ടിരിക്കും. കൊടുക്കാത്തവനുണ്ടല്ലോ, ഒരു ഉറുപ്പ് ഇട്ട് കൊടുക്കാത്തവൻ, ഓനാ പറയാ എന്ത്, ആ പള്ളിയിൽ ഭയങ്കര പിരിവാ ഉസ്താദ്, എണീച്ചാ പിരിവ്. ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞെങ്കിൽ ആള് വേഗം പോകും. എന്താ കാരണം, ഈ പ്രധാനപ്പെട്ട കാര്യം ഒരു പിരിവാണ്. നമ്മൾ നേരത്തെ തന്നെ ഉറപ്പിച്ചിരിക്കുന്നു, കൽബ് കൊണ്ട് ഉറപ്പിച്ച് നാവ് കൊണ്ട് വ്യക്തമാക്കി പറഞ്ഞു. അങ്ങനത്തെ 6 പിശുക്കന്മാരുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാ, ഈ പിശുക്കനുണ്ടല്ലോ ഓൻ അല്ലാഹുവിൽ നിന്ന് അകലെയാണ്, ഓൻ ജനങ്ങളിൽ നിന്ന് അകലെയാണ്, ഓൻ സ്വർഗത്തിൽ നിന്ന് അകലെയാണ്, അവൻ നരകത്തിലേക്ക് ഏറ്റവും അടുത്തവനാണെന്ന് ശഫീഉൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹ് അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വദ്ദറാ. സന്തോഷമുള്ള സമയവും സങ്കടമുള്ള സമയവും അവൻ ചെലവാക്കുന്നവരാ. ദേഷ്യം പിടിച്ചു വെക്കുന്നവരാ. ഞാൻ പറഞ്ഞു പോയി ഉസ്താദെ, പറഞ്ഞു പോകാൻ പാടില്ല, പിടിച്ചു വെക്കണം. ദേഷ്യം സഹിക്കുന്നവരാണവർ. ദേഷ്യം പ്രകടിപ്പിക്കാത്തവര്, ചീത്ത വിളിക്കാത്തവര്, തല്ലാത്തവര്, കയ്യോങ്ങാത്തവര്, കാണിച്ചു തരാമെന്ന് വെല്ലുവിളിക്കാത്ത. ദേഷ്യം പിടിച്ചിട്ടാണ് മനുഷ്യന്മാര് പലതും പറയാ. ദേഷ്യം പിടിച്ചിട്ടാണ് മനുഷ്യന്മാര് പലതും തീരുമാനിക്കുക. ദേഷ്യം പിടിച്ചിട്ടാണ് സ്വന്തം ഒന്നിച്ച് ഭാര്യയും ഭർത്താവും നല്ല റാഹത്തിലാണ്. ദേഷ്യം പിടിച്ചു നോക്കുമ്പോ തലാക്കില്ല, ദേഷ്യം പിടിച്ചിട്ട് തലാക്കില്ല. ഞാൻ മുമ്പ് ഫസ്റ്റിൽ ദർസ് തുടങ്ങിയ സമയം 2003 മിസ്ബാഹി കോളേജിൽ നിന്ന് ഇറങ്ങിയിട്ട് ദർസ് തുടങ്ങി പയ്യന്നൂരിന്റെ അടുത്തൊരു സ്ഥലത്ത്. അപ്പോ മഗ്‌രിബിന്റെ സമയത്ത് ഓടി വരുന്ന ഒരാൾ, മഗ്‌രിബ് കഴിഞ്ഞ സമയത്ത് ഒരാൾ ഓടി വരുന്നു, ഉസ്താദേ ഞങ്ങളെ നാട്ടിൽ ഈ പെണ്ണുങ്ങളെ ഭാഗത്താണ് പുതിയാപ്പിളമാരുണ്ടാകുക, നിങ്ങളെ നാട് പോലെയല്ല. പെണ്ണുങ്ങളെ വീട്ടിലാണ് ഭർത്താക്കന്മാരുണ്ടാകുക. അപ്പൊ ഉപ്പരുടെ മരുമകൾ എന്ന് പറഞ്ഞ പെങ്ങളെ കുട്ടി, നിങ്ങളെ നാട്ടിലെ മരുമകളല്ല, പെങ്ങളെ കുട്ടിന്റെ പെങ്ങളെ മകളുടെ പുതിയാപ്പിള മഗ്‌രിബ് കൊടുക്കാനായി മുപ്പരേടെയോ പോയി കളിച്ചിട്ടെല്ലാം വന്നിട്ട് മഗ്‌രിബ് കൊടുക്കാനായി വേഗം ഒതുവെടുത്തിട്ട് പടം പിരിച്ച് നിസ്കരിക്കുമ്പോ ചെറിയ കുട്ടിയുണ്ട്, 2 വയസ്സോ 1.5 വയസ്സോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കുട്ടി. അത് ഇങ്ങനെ ഇറങ്ങിയിട്ട് നടന്നിട്ടാരും വന്നിട്ട് ഈ എന്തില് മുസല്ലയിൽ മൂത്രമൊഴിച്ച്. എങ്ങനെയുണ്ട് മഗ്‌രിബ് കൊടുക്കാനായി ഏകദേശം. അപ്പോ കലാകാനായിട്ടുണ്ട്, വാങ്ങി കൊടുക്കാനായിട്ടുണ്ട്. അപ്പൊ മുസല്ലയിൽ നിസ്കരിക്കുമ്പോ കുട്ടി പെരങ്ങിട്ടാരം വന്നിട്ട് ഇതിന്റെ ഉള്ളിൽ കയറി മൂത്രമൊഴിച്ച് മുസല്ലയിൽ. ഇയാള് നിസ്കാരം കുറച്ച് മാറി അപ്പുറം നിസ്കരിച്ച് പൂർത്തിയാക്കിയിട്ട് ഭാര്യനോട് വന്ന് ചൂടായി. ഭാര്യ പറഞ്ഞു, ഞാൻ ഇവിടെ പണിയെടുക്കല്ലേ, കുഞ്ഞ് വന്ന് മൂത്രമൊഴിച്ച് ഞാൻ കണ്ടിനോ, ആന്റി നിങ്ങൾ ഒരേപോലത്തെ കുഞ്ഞ് തന്നെയല്ലേ. എന്റെ ഭാഷ എനിക്ക് മനസ്സിലാകുന്നില്ലേ. ഇയാൾ ദേഷ്യം പിടിച്ച് 3 തലാക്കും ചൊല്ലി, 1 അല്ല 3 ചൊല്ലി.
ദേഷ്യം നല്ലോണം പിടിച്ചിട്ടാ ചെല്ലിയ. പിന്നെ പ്രശ്നമായി, ബേജാറായി. പിന്നെ മൂപ്പർ ആ മസലൊക്കെ വന്ന നമുക്കെല്ലാം മസ്താമാർക്ക് മനസ്സിലായില്ലേ മസല. അല്ല ഉസ്താദ് ദേഷ്യം പിടിച്ച് പറഞ്ഞതാണ്, ദേഷ്യം പിടിച്ച് പറഞ്ഞു പോയതാണ്, എന്താ ചെയ്യാ. അപ്പൊ ഞാൻ അയാളോട് അന്നേരം പറഞ്ഞു, ദേഷ്യം പിടിച്ച് കിണറ്റ് തുള്ളിയാലും സംഗതി പരിക്ക് പറ്റും. ദേഷ്യം പിടിച്ച് കിണറ്റ് തുള്ളിയ എന്ന് പറഞ്ഞാല് 1000 ദേഷ്യം താഴ്ന്ന് പിടിച്ചാലും മേലെ കറങ്ങില്ല. അപ്പൊ ദേഷ്യം പിടിക്കാതിരിക്കുക. ദേഷ്യം കടിച്ചമർത്തുന്നവരാണ് തഖ്വയുള്ള സ്വർഗം ഒരുക്കപ്പെട്ട മുഅ്മിനീങ്ങളെന്ന് പരിശുദ്ധ ഖുർആൻ. ജനങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യുന്നവരാ. വൈരാഗ്യം വെച്ച് പുലർത്തല്ലേ, അയൽവാസികളോട് പിണങ്ങല്ലേ, ഉമ്മ ബാപ്പമാരോട് മിണ്ടാതിരിക്കല്ലേ, ഭാര്യ ഭർത്താക്കന്മാരോട് പിണങ്ങി ജീവിക്കല്ലേ. ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കൂ. ഇനി ആരെങ്കിലും ഇങ്ങോട്ട് വല്ല ഇടങ്ങേറും കാണിച്ചാൽ മുത്തായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 3 പ്രധാനപ്പെട്ട സ്വഭാവം. നിനക്ക് തടഞ്ഞോന് നീ കൊടുക്കണേ. എന്തൊരു ഉപദേശമാണത്. മുഹമ്മദുർ റസൂലുള്ളാഹ് ഇങ്ങോട്ടൊന്നും തന്നിട്ടില്ല. അയാൾക്ക് നല്ല സമയം ഉണ്ടായിരുന്നു. അയാളുടെ ഗൾഫിൽ കച്ചവടമുള്ള സമയമാണ്. നമ്മളെ മകളെ കല്യാണം നടന്നത്. അന്നൊരു ഉറുപ്പ്യ സഹായിച്ചിട്ടില്ല. അൽഹംദുലില്ലാഹ് നമ്മളെ മകൻ ഗൾഫിൽ പോയി നല്ല ഉഷാറായി, കച്ചവടം തുടങ്ങി. അയാളെ കച്ചവടം പൂട്ടിപ്പോയി. ഇപ്പൊ അയാളെ മകളെ കല്യാണം നടക്കുകയാണ്. അന്ന് നിനക്ക് തന്നിട്ടില്ല എന്ന് വെച്ചാൽ നീ കൊടുക്കാണ്ട് കണ്ട, നല്ലോണം കൊടുക്കൂന്ന് പരിശുദ്ധ മുഹമ്മദുർ റസൂലുള്ളാഹ്. സ്വർഗാണോ വേണ്ടത്? തഖ്വയാണോ ആഗ്രഹിക്കുന്നത്? നാട്ടുകാരുടെ സ്വഭാവത്തിനോ അവരുടെ നല്ല സർട്ടിഫിക്കറ്റിനോ അല്ല ഈ പറയുന്നത്. തങ്ങൾ നല്ല ഹലാവത്തുൽ ഈമാൻ, ഈമാനിന്റെ മാധുര്യം കിട്ടണോ, ഈമാനിന്റെ മധുരം കൽബിലുണ്ടാകണോ. തങ്ങൾ പറഞ്ഞ 3 സ്വഭാവത്തിൽ ഒന്ന് തടഞ്ഞോന് കൊടുക്കൂ എന്നാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. നിന്നോട് മുറിച്ചവനോട് നീ ചേർക്കൂ മുഹമ്മദുർ റസൂലുള്ളാഹ്. അവന്റെ വീട് കൂടിയാൽ ഏറ്റവും നല്ല പുര കെട്ടിയിട്ട് എല്ലാവരെയും വിളിച്ചിട്ട് എന്നെ വിളിച്ചിട്ടില്ല. മോന്റെ പുര കെട്ടിയപ്പോ അവലൻ അയാളെ പോയി വിളിക്കൂ. അങ്ങനെയാ വേണ്ടത്. അയാളെ വീട് വലിയ വീട് കെട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ മകൻ വീട് കെട്ടിയിട്ടുണ്ട്, നാട്ടുകാരെ മുഴുവനും വിളിച്ചിട്ടുണ്ട്. ചെറിയ എന്തോ മിസ്റ്റേക്കിന് എന്നെ വിളിച്ചിട്ടില്ല. അതുകൊണ്ട് എന്റെ മകന്റെ വീട് കൂടിയൽ അയാളെ വിളിക്കേണ്ടതില്ല എന്നല്ല. മുറിച്ചവനോട് ബന്ധം ചേർക്കൂ. നമ്മളെ നിയന്ത്രിക്കേണ്ടത് പൈശാചികത്വമല്ല, മുഹമ്മദുർ റസൂലുള്ളാഹ് വാക്കുകളാണ് നിയന്ത്രിക്കേണ്ടത്. ഈമാനിന്റെ മധുരമാണ് നമ്മുടെ കൽബിൽ ഉണ്ടാകേണ്ടത്. ഇങ്ങോട്ട് ബന്ധം മുറിക്കുന്നവനോട് അങ്ങോട്ട് ബന്ധം ചേർക്കൂ. മിണ്ടാതിരിക്കുന്നവനോട് പോയി സലാം പറയൂ. അസ്സലാമു അലൈക്കും പറഞ്ഞാൽ തന്നെ മൈൻഡാക്കില്ല. ഒന്നും കൂടെ പറഞ്ഞു നോക്ക്. 3 ദിവസത്തിലേറെ മിണ്ടാത്തവൻ മുശാഹിൻ. ലൈലത്തുൽ ഖദറിന്റെ ബഹുമാനം പോലും കിട്ടൂല എന്ന് പരിശുദ്ധ മുഹമ്മദുർ റസൂലുള്ളാഹ്. ലൈലത്തുൽ ബറാ ഉണ്ട്, ശഅബാൻ 15ന്റെ രാവ്. അന്നത്തെ രാത്രിയിലെ ദുആവും ഇജാബത്ത് കിട്ടാത്തവനാണ് കള്ളുകുടിയൻ, മുദ്മിനുൽ ഖംർ. രണ്ടാം ആഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തുന്നവൻ. മൂന്നാമത്തെ മുശാഹിൻ. മുശാഹിൻ എന്ന് പറഞ്ഞാൽ 3 ദിവസത്തിലേറെ മുഅ്മിനായ അവന്റെ കൂട്ടുകാരനോട് മിണ്ടാത്തവൻ. കണ്ടോ, നമ്മൾ എത്ര നാളായിട്ടുണ്ട്. നമ്മൾ അല്ലാഹു തആല നമ്മളെ കൽബ് നന്നാക്കി തരട്ടെ. നമ്മളെ കൂട്ടത്തിൽ മിണ്ടാണ്ടിരിക്കുന്നവരുണ്ടാവൂലേ, ചെറിയ സ്വത്ത് തർക്ക് ഏട്ടനും മിണ്ടില്ല. എന്താ സംഗതി അറിയോ? അളക്കണ സമയത്ത് അവൻ ചങ്ങല പിടിച്ച് അളക്കലുണ്ടല്ലോ, ഒരു ചങ്ങല അപ്പുറം. സുബ്ഹാന ജല്ല ജലാലു. ഒരു കല്ല് അന്നേരം ഞാൻ പറഞ്ഞതാ, അതിരിന്റെ അപ്പുറം വെക്കണം, ഇപ്പുറം വെക്കണം. ആ കല്ലിണ്ടല്ലോ, അതിർന്ന് വെക്കണ കല്ല്, അത് അപ്പുറം വെക്കണം, ഇപ്പുറം വെക്കണം. അതിൽ ഉടക്കിയതാ. മോനെ, ഉപ്പാന്റെയും അനിയന്റെയും മക്കളാ ഇപ്പം താമസിക്കുന്നു. അന്ന് പിടിക്കുമ്പോ വലിക്കുമ്പോ മിണ്ടാണ്ടുണ്ടായ ഉപ്പ ഉമ്മാടെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു ഖബറിലെത്തി, ഒരു ഖബറിലുണ്ട്. മക്കൾ ഇപ്പൊ മിണ്ടാൻ തുടങ്ങിയില്ല. പണ്ട് ഉപ്പാവും ഉമ്മാവും കല്ലിന്റെ എത്ര കല്ലിന്റെ മുകളിൽ അടിയിലാ നീ കിടക്കുന്നറിയോ? ഖബറിന്റെ ഉള്ളില്. അവരെത്ര കീർത്തി ലഭിച്ച വീരന്മാരാ, നേരിട്ട് നിന്നവരോട് മിണ്ടാനാരാ. പള്ളിക്കാട്ടിലൊന്ന് പോയി ഖബറിന്റെ മേലെയുള്ള പേരൊന്ന് വായിച്ചാൽ മതി. സുബ്ഹാനല്ലാഹ്. ഇവിടെ രാജിയാറുണ്ടെങ്കിൽ പെട്ടപ്പെണ്ണേ ഞാൻ പേര് പറഞ്ഞതാ, പോട്ടെ, ഹംസയാജി ആയിക്കോട്ടെ. ഭയങ്കര ബഹുമാനമുള്ള ആളേനും അയാളൊരു വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് എന്നറിഞ്ഞാൽ അവരെത്ര കീർത്തി ലഭിച്ച വീരന്മാരാ,
നേരിട്ട് നിന്നവരോട് മിണ്ടാനാരാ. ഒരു വിഷയത്തിൽ അയാൾ ഇടപെട്ടിട്ടുണ്ട്, ആചാര്യ ഇടപെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ ഇപ്പുറം പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. പോലീസ് ഓറ കൈമയാണ്, നിയമം ഓറ കൈമയാണ്, സമ്പത്തോറ കൈമയാണ്. അതുകൊണ്ട് നമ്മൾ ഇടപെട്ടിട്ട് കാര്യമില്ല. നേരിട്ടൊന്ന് നിങ്ങളെ പേരെന്താന്ന് ചോദിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നിങ്ങൾ എന്തിനാ ഇടപെട്ടെന്ന് ചോദിക്കാൻ ധൈര്യമുള്ള ആളുണ്ടായിട്ടില്ല. അങ്ങനത്തെ മനുഷ്യന്മാരാണ് കിടക്കുന്നത്. പശുക്കൾ വന്നിട്ട് കബറിന്റെ മേലെ നിന്ന് പുല്ല് തിന്നുന്നത് കാണുന്നില്ലേ സഹോദര? ഇത്ര ബലഹീനനായ മനുഷ്യൻ എന്തിനാണ് വാശി കാണിക്കുന്നത്? ഇത്ര ബലഹീനനായ മനുഷ്യൻ എന്തിനാണ് ധിക്കാരിയാകുന്നത്? അല്ലാഹു നമ്മുടെ ഖൽബ് നന്നാക്കി തരട്ടെ. കൂടിയല്ല ജനിക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരത്തും മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നതെന്തിന് നാം വൃഥാ. ജ്ഞാനപ്പാനയാ നിങ്ങള് വെറുതെ കുഴപ്പമുണ്ടാക്കുന്ന മനുഷ്യന്മാര്. അല്ലാഹു നമ്മളെ ഖൽബ് നന്നാക്കി തരട്ടെ. 2 നാടു ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ. ഭാഷയിൽ പറഞ്ഞതാണ് നമ്മളെ മലയാള സാഹിത്യത്തിൽ. ഒന്നൊരു ഗതിയില്ലാത്ത മനുഷ്യനാ, പെട്ടെന്ന് ഉഷാറായി പോയി. 2 നാൾ ദിനം കൊണ്ട് തണ്ടിലേറ്റാന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ രാജാക്കന്മാരെ വലിയ വലിയ പൈസക്കാരിലൊക്കെ മഞ്ചലേറ്റിട്ട് ഹോയ് ഹോയ് എന്നു കൊണ്ടോല. അതാ പറഞ്ഞ മയ്യത്തുണ്ടോന്ന് പരിപാടിയല്ല. ബഹുമാനിച്ചിട്ട് ഭയങ്കര പൈസക്കാരനായിട്ട് എടുത്ത് നടത്താൻ വേണ്ടിയിട്ട് ഭാഗ്യം കൊടുത്തോനും അല്ലാന്ന് അയാൾ ഭവാൻ എന്ന് പറഞ്ഞതാ. അല്ലാ മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പുകേറ്റിച്ചതും ഭവാൻ. ഭയങ്കര സമ്പന്നനാണ്. ഓ എന്തൊരു സമ്പന്നൻ, എന്തൊരു പൈസക്കാരനാണ്. സുബ്ഹാനല്ലാഹ്. ഒരൊറ്റ ചെക്ക് മുടങ്ങിപ്പോയതാ ഗൾഫിൽ. സുബ്ഹാന ജല്ല ജലാൽ. യാത്രാ ബാൻ അങ്ങോട്ടില്ല, ഉള്ളത് മുഴുവനും പൊടിച്ചു പറക്കുന്ന പൈസക്കാരനെ. ഒരു നയാ പൈസ ഗതിയില്ല. നാട്ടിലുള്ളത് മുഴുവനും വിറ്റിട്ടും കടം തീരുന്നില്ല. എത്ര അനുഭവങ്ങളുണ്ട് നമ്മുടെ മുമ്പില്. ഒന്നുമില്ലാതെ നടത്താൻ പറ്റുന്നവനല്ലാ. കണ്ടു കണ്ടങ്ങിരിക്കും മനുഷ്യനെ കണ്ടില്ലെന്നു വരുത്തുന്നതും ഭവാൻ. ഇശാ നിസ്കരിച്ചിട്ട് പിരിഞ്ഞതാ. നേരം വെളുത്ത് നോക്കുമ്പോ അപ്പുറത്തെ ഫോൺ വിളിച്ചിട്ട് പറയുന്നു മൂപ്പര് മരിച്ചുപോയി. സുബ്ഹാനല്ലാഹ്. നമ്മൾ ഇശാ നിസ്കരിച്ചിട്ട് പിരിഞ്ഞതാണ്. ഇന്നലെ കല്യാണത്തിന് അപ്പുറം ഇപ്പുറം ഇരുന്നിട്ട് നല്ല ബിരിയാണി അടിച്ചതാണ്. പെട്ടെന്നാണ് അറിയാതെ അയാള് മരിച്ചുപോയി എന്ന് പറയുന്നത്. ഇത് പറഞ്ഞിട്ട് അയാൾ പറയാണ് കൂടിയല്ല ജനിക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരത്തും മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നതെന്തിന് നാം വൃഥാ. ഒരാള് തിരുവനന്തപുരത്ത് ജനിച്ചതാ, മറ്റേയാള് മലപ്പുറത്തുനിന്ന്, ഒരാള് കാസർഗോഡ്ന്ന്, ഒരാള് മലപ്പുറത്തുനിന്ന്, 2 ആൾ അബുദാബിയിൽ പോയി. ഒരു റൂമില് ആകെ 1 മാസം ഉണ്ടായിട്ടുള്ളൂ. ഒരു പണി കിട്ടാത്തതിന്റെ കിട്ടിയതിന്റെ ഇടയിൽ ഒരു റൂമിൽ പോയതാ. അപ്പൊ ഒരു മലപ്പുറക്കാരനുണ്ടായി, വേറെ കുറെ ആളുണ്ടായി, ഒരു കാസർഗോഡുകാരനുണ്ടായി. അന്ന് ബാത്റൂമിൽ പോകുമ്പോൾ ലൈറ്റ് ഇട്ടതോ ഓഫാക്കിയതോ എന്തോ ചെറിയ വിഷയം. ഭക്ഷണം വെക്കുമ്പോൾ ഉണ്ടായ ഉപ്പ് കൂടിയതോ കുറഞ്ഞതോ എന്തോ വിഷയം. ആ സ്റ്റൗ ഓഫാക്കണോന്ന് പറഞ്ഞപ്പോ അത് മറന്നുപോയതോ അങ്ങനെ എന്തോ ഒരു ചെറിയ വിഷയം. അന്ന് ഉടക്കിയതാ. ഉപ്പാക്ക് ഉമ്മാക്കെല്ലാം വിളിച്ചിട്ട് വന്നതാ. അന്ന് ഉടക്കിയ ഉടക്ക. നാട്ടിലേക്ക് എത്തി. ഇപ്പം കുറച്ച് കൊല്ലായി. പത്രം നോക്കുമ്പോ ഉണ്ട് മരിച്ച ഫോട്ടോ, ആക്സിഡന്റിൽ മരിച്ച ഫോട്ടോ. ആര്? കാസർഗോഡുകാരൻ ആക്സിഡന്റിൽ മരിച്ച്. നോക്കുമ്പോ അന്നത്തെ അതേ ഫോട്ടോ. ഞാൻ ചോദിക്കുന്നത് കാടാമ്പുഴക്കാരെ, എന്താ നാട്ടിന്റെ പേര്? പെരുങ്കുളത്തുകാരെ, നിങ്ങളെ മാനസികാവസ്ഥ എന്തായിരിക്കും? ഒന്നാ ഒരു മാസം, ഒറ്റ മാസം ആ കുവൈത്തിൽ നിന്ന് കണ്ടുമുട്ടിയത്, ദുബൈയിൽ നിന്ന് കണ്ടുമുട്ടിയത്, ബാംഗ്ലൂരിൽ നിന്ന് കണ്ടുമുട്ടിയത്. ആ കണ്ടുമുട്ടിയപ്പോ ഒരു ചെറിയ ക്ഷമങ്ങളെ മനസ്സിലുണ്ടെങ്കിൽ ഒന്ന് വിട്ടുവീഴ്ച, ഒന്ന് താണു കൊടുക്കാമെന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ അവന്റെ ഉപ്പാക്കും ഉമ്മാക്കും വിളിച്ചിട്ട് ഇങ്ങോട്ട് വരണോ? ചീത്ത വിളിക്കേണ്ടതുണ്ടായിരുന്നോ? ജനങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യൂ. ദേഷ്യം കടിച്ചമർത്തു. പരിശുദ്ധ ഖുർആൻ ഹലാവത്തുൽ ഈമാനിൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എന്താണ്? ആക്രമിച്ചോന് മാപ്പ് കൊടുക്കൂ, വിളിക്കാത്തവനെ കല്യാണത്തിന് വിളിക്കൂ, നിന്നെ തടഞ്ഞവന് നീ കൊടുക്കൂ. എന്നാ നിനക്ക് ഹിസാബൻ യസീറാ, ഗ്രീൻ ചാനലിലൂടെ നിനക്ക് ഇറങ്ങിപ്പോകാൻ പറ്റും.
സ്വർഗത്തിലേക്ക് പാസുമാർക്ക് കിട്ടും. ഉദ്ഘാടനം ചെയ്യുന്ന അന അവ്വലു മൻ യുഹർരിഖു ഹൽഖൽ ജന്ന, സ്വർഗം ഉദ്ഘാടനം ചെയ്യുന്ന സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹ് തങ്ങളുടെ ഏറ്റവും നല്ല വാക്ക് വന്നജ്മി ഇദാ ഹവാ മാ ളല്ല സാഹിബുകും വമാ ഗവാ വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. വെറുതെ അനുയായികൾക്ക് ഉത്തേജനം ഉണ്ടാക്കാൻ വേണ്ടി വാചക കസർത്ത് നടത്തുന്ന നേതാവല്ല ഈ നേതാവ്. തോന്നിയത് പറയൂല, ഇച്ഛകൾക്കനുസരിച്ച് മിണ്ടൂല. മിണ്ടിയിട്ടുണ്ടോ അത് അല്ലാഹുവിൽ നിന്നുള്ള നിർദ്ദേശം കൊണ്ട് മാത്രമാണ്. നബുവത്തിന്റെ നാവ് കൊണ്ട് മാത്രം ഉരിയാടിയ മുഹമ്മദുർ റസൂലുള്ളാഹ്. ജനങ്ങളോട് നല്ല സ്വഭാവത്തിൽ പെരുമാറൂ മുഅ്മിനീങ്ങളെ, വിട്ടുവീഴ്ച ചെയ്യൂ മുഅ്മിനീങ്ങളെ, ആരോടും വെറുപ്പില്ലാതെ ജീവിക്കൂ മുഅ്മിനീങ്ങളെ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു വൽആഫീന അനിന്നാസി വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ. അല്ലാഹു തആല നന്മ ചെയ്യുന്നവരെ ഇഷ്ടം വെക്കുന്നതാണ്. ഇഷ്ടം വെക്കുന്നവനാണെന്ന് പറഞ്ഞാൽ അല്ലാഹു തആല നല്ല പ്രതിഫലം നൽകുന്നവനാണ്. ജനങ്ങൾക്ക് നന്മ ചെയ്യൂ, പാവപ്പെട്ടവരെ സഹായിക്കൂ, നല്ല സ്വഭാവത്തിൽ ഇടപഴകൂ, ആരോടും വെറുപ്പില്ലാതെ ജീവിക്കൂ. അല്ലാഹു ഭാഗ്യം നൽകട്ടെ. ഏറ്റവും വലിയ ഹക്ക് വീട്ടേണ്ടത് അല്ലാഹുവിന്റെ മുമ്പ് തന്നെ കൃത്യമായി നിസ്കരിക്കൂ. ഒരു ദിവസം ഖുതുബിയത്തിന്റെ മജ്ലിസിലേക്ക് എത്തിയ മുഅ്മിനീങ്ങളെ ഗൗസുല്ലാഹ് ഞങ്ങളെ വിളിക്കുന്നത് ഒരു കാമൽ നിന്നിട്ടൊരു ഖത്വം തീർത്തോവർ, ഒരു ജൽ മുതലായി മൂവാണ്ട് പാർത്തോവർ, ബിൽ ഖുതുബി റബ്ബാനി والغوث الصمداني نجينا من كل آفات يا الله. ഞങ്ങളെ ബർക്കത്തുണ്ട്. അല്ലാഹു ദുആക്ക് ഇജാബത്ത് നൽകട്ടെ. ഖുർആനിൽ ലദത്ത് കണ്ടെത്തി എന്നല്ലേ പറഞ്ഞതിന്റെ അർത്ഥം. നിസ്കരിക്കാനോ അല്ലാതെയോ ഖുർആൻ ഓതുന്ന സമയത്ത് ഉറക്ക് വന്ന് ക്ഷീണുണ്ടാകുമ്പോൾ ഒരു കാലെടുത്ത് മറ്റേ കാലിന്റെ മേലെ വെക്കും. നാല് വീണു പോവല്ലോ, ഉറക്ക് ഞെട്ടിപ്പോവല്ലോ. ഖുർആൻ 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 ഇതിന് മാധുര്യം കണ്ടെത്തിയ മഹാന്മാരെയാണ് നമ്മൾ വിളിക്കുന്നത്. അല്ലാഹ് ഒരല്പെങ്കിലും ഖുർആൻ ഓതാൻ, ചുരുങ്ങിയത് ഒരു പേജെങ്കിലും ഖുർആൻ ഓതാൻ. സൂറത്തു യാസീനും സൂറത്തു തബാറക്കയും സൂറത്തുൽ വാഖിഅയും ഓതാത്ത ഒരു ദിവസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അല്ലാഹു ഭാഗ്യം നൽകട്ടെ. സൂറത്തു സജദ, സൂറത്തുർ റഹ്മാൻ, പതിവാക്കേണ്ട സൂറത്തുൽ മുസമ്മിൽ, ധാരാളം സൂറത്തുകളുണ്ട്. എന്നാലും ഞാൻ പറഞ്ഞതാണ്, ഈ മൂന്നെണ്ണം എന്തായാലും ഒഴിവാകാൻ പാടില്ല. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. അത് സ്ഥിരമാക്കിയവരും അതല്ലാത്ത ഖുർആനിന്റെ ഭാഗങ്ങൾ ഓതിക്കൊണ്ടേയിരിക്കണം. ഖുർആനുമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ബന്ധം ഉണ്ടാകണം. അല്ലാഹു തആല ഭാഗ്യം നൽകട്ടെ. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ഹക്ക് വീട്ടുമ്പോൾ ആദ്യം റബ്ബിന്റെ ഹക്ക് വീട്ടൂ. നല്ല ഇബാദത്തിൽ ഉത്സാഹമുള്ളവരാകൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഭാഗ്യം നൽകട്ടെ. വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ. വല്ലദീന ഇദാ ഫഅലൂ ഫാഹിശതൻ ഔ ളലമൂ അൻഫുസഹും ദക്കറുല്ലാഹ ഫസ്തഗ്ഫറൂ ലിദുനൂബിഹിം വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ് വലം യുസ്റൂ അലാ മാ ഫഅലൂ വഹും യഅലമൂൻ. ഇനി അഥവാ ഒരു തെറ്റ് വന്നു പോയാൽ തെറ്റ് ചെയ്യാതെ ജീവിക്കുകയാണ് വേണ്ടത്. ഇനി അഥവാ ഒരു തെറ്റ് വന്നു പോയാൽ, ഒരു കുറ്റങ്ങൾ എന്തെങ്കിലും ചെയ്തു പോയാൽ, ശരീരത്തെ ആക്രമിച്ചു പോയാൽ, അല്ലാഹുവിന്റെ പൊരുത്തത്തിനെതിരെ വല്ലതും വന്നു പോയാൽ അല്ലാഹുവിനോട് താണുകേടവരും മാപ്പ് പറയുകയാണ്. പറ്റിപ്പോയി അല്ലാഹ്,
സങ്കടം നിറഞ്ഞ കൽബോടെ അല്ലാഹുവിലേക്ക് കൈ ഉയർത്തുകയാണ്. ഫസ്തഗ്ഫറൂ ലിദുനൂബിഹിം, തെറ്റുപറ്റി പോയി ആരും കാണാതെ അല്ലാഹുവിന്റെ മുമ്പിൽ എഴുന്നേറ്റിട്ട് സുബഹിക്ക് വാങ്ങി വിളിക്കുന്നതിന് മുമ്പ് ഒരല്പം മുമ്പ് എഴുന്നേറ്റിട്ട് നന്നായി വുളൂ ചെയ്തിട്ട് അല്ലാഹുവിന്റെ മുമ്പിൽ ഒരു 2 റക്അത്ത് നിസ്കരിച്ചിട്ട് വസല്ലി ബില്ലൈലി വന്നാസു നിയാം തദ്ഖുലിൽ ജന്നത ബിസലാം, സമാധാനത്തോടെ സ്വർഗ്ഗത്ത് പോകാൻ മുത്തുനബി നിർദ്ദേശിച്ച ഏറ്റവും നല്ല ഏറ്റവും ചെറിയ ഒരു ഇബാദത്താണ്. ഒരു 2 റക്അത്തെങ്കിലും പാതിരാക്ക് എഴുന്നേറ്റ് നിസ്കരിക്കോ, ജനങ്ങൾ കുറക്കില്ലെന്ന് കിട്ടുന്ന സുബഹിയുടെ മുൻപ്. എന്നിട്ടൊരൽപ്പ സമയം ഇസ്തിഗ്ഫാർ ചൊല്ലുമോ? ഒന്ന് കണ്ണ് പൂട്ടിയേക്കുക, കണ്ണടച്ചേക്കുക, എന്നിട്ട് അല്ലാഹുവിന്റെ മുമ്പിൽ അസ്തഗ്ഫിറുല്ലാഹൽ അളീം, ഒരു 3 ഇസ്തിഗ്ഫാർ ചൊല്ല്. അസ്തഗ്ഫിറുല്ലാഹൽ അളീം, അസ്തഗ്ഫിറുല്ലാഹൽ അളീം, അസ്തഗ്ഫിറുല്ലാഹൽ അളീം 70 തവണ അല്ലെങ്കിൽ 100 തവണ ഒരു ദിവസം ഞാൻ എന്റെ റബ്ബിനോട് ഇസ്തിഗ്ഫാർ ചൊല്ലുന്നുവെന്ന് പരിശുദ്ധ മുഹമ്മദുർ റസൂലുള്ളാഹ്. സുബ്ഹാന ജല്ല ജലാലു. അല്ലാഹുവിന്റെ ഹബീബിന്റെ ശരീരത്തിലേക്ക് ഇബ്ലീസ് കേറൂല. 4 വയസ്സുള്ള സമയത്ത് ഹലീമ ഉമ്മന്റെ അടുക്കലുള്ളപ്പോഴാണ് വീട്ടിന്റെ ബാക്കിൽ നിന്ന് ലംലമുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുലകുടിയിലുള്ള കൂട്ടുകാരനായ സഹോദരനായ അബ്ദുള്ളന്റെ കൂടെ കളിക്കുന്ന സമയത്ത് മലക്കുകൾ വന്നിട്ട് നെഞ്ചു വളർത്തിയിട്ട് സംസം വെള്ളം കൊണ്ട് കഴുകിയിട്ട് ആ നെഞ്ചിന്റെ ഉള്ളിൽ ഇബ്ലീസിന് പാർക്കാൻ പറ്റുന്ന സ്ഥലം എടുത്തു കളഞ്ഞിട്ട് ഓപ്പറേഷൻ റാഹത്താക്കി പൂർത്തിയാക്കിയിട്ടവര് മടങ്ങിപ്പോയത്. അവിടെ ഇബ്ലീസിന് കയറി നിൽക്കാൻ സ്ഥലമില്ല. മുത്തുനബിക്ക് അല്ലാഹു തആല കൊടുത്ത ഏറ്റവും വലിയ ഇസ്മത്താണ്. ആ ഹബീബായ തങ്ങൾ പറയുന്നു, ഞാൻ എന്റെ റബ്ബിനോട് അസ്തഗ്ഫിറുല്ലാഹൽ അളീം 100 തവണ ചുരുങ്ങിയത് 70 തവണ ഓരോ ദിവസവും ഇസ്തിഗ്ഫാർ ചൊല്ലുന്നുണ്ട്. നിങ്ങളും റബ്ബിനോട് ഇസ്തിഗ്ഫാർ ചൊല്ലണേ. അല്ലാഹു നമ്മുടെ മജ്ലിസ് സ്വീകരിക്കുന്ന മജ്ലിസാക്കി തരട്ടെ. ഇസ്തിഗ്ഫാർ പാതിരാ സമയത്ത് എഴുന്നേറ്റ് ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ അസ്തഗ്ഫിറുല്ലാഹൽ അളീം, അളീമായ റബ്ബിനോട് ഞാൻ പൊറുക്കലിനെ ചോദിക്കുന്നു എന്ന് മാത്രമല്ല അതിന്റെ അർത്ഥം, അതിന്റെ ആന്തരികമായ അർത്ഥം എന്താണ്? റബ്ബേ, നീ ഉടമസ്ഥനാണ്, ഞാൻ വളരെ പാപപ്പെട്ട അടിമയാണ്. നീ മാപ്പ് നൽകിയാലല്ലാതെ സ്വർഗമില്ല അല്ലാഹ്. നീ മാപ്പ് നൽകിയാലല്ലാതെ നരകത്തെ തൊട്ട് കാവലില്ല അല്ലാഹ്. നിന്റെ മാപ്പ് കിട്ടിയാലല്ലാതെ ഖബറിൽ രക്ഷയില്ല അല്ലാഹ്. നാളെ നേരം വെളുക്കുമ്പോഴേക്ക് ഞാൻ ഉണ്ടാകൂല്ലേ എന്നറിയില്ല. അല്ലാഹു നമുക്കെല്ലാം ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. നിന്റെ മഗ്ഫിറത്ത് കിട്ടിയാലല്ലാതെ ഖബറിൽ രക്ഷയില്ല. മഗ്ഫിറത്ത് കിട്ടിയാലല്ലാതെ സ്വർഗപ്രവേശനമില്ല. മഗ്ഫിറത്ത് കിട്ടിയാലല്ലാതെ സന്തോഷമില്ല. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു സയ്യിദ് അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്. ഒരുപാട് കാലം നമ്മുടെ സദസ്സിനും ഉമ്മത്തിനും നേതൃത്വം നൽകാൻ അല്ലാഹു തആല നല്ല സൗഭാഗ്യമുള്ള ഹിമ്മത്തുള്ള ആഫിയത്തുള്ള ദീർഘായുസ് നൽകി മഹാനായ സയ്യിദ് അവർകളെ അല്ലാഹു തആല സന്തോഷിപ്പിക്കട്ടെ. നമുക്കും ഒരുപാട് കാലം അവിടുത്തെ ഖുദ്മത്തിന് അല്ലാഹു അവസരം നൽകട്ടെ. എല്ലാ ഉസ്താദുമാർക്കും സാദാത്യങ്ങൾക്കും നിങ്ങൾക്ക് എല്ലാവർക്കും നീ റാഹത്ത് നൽകണേ അല്ലാഹ്. സഹോദരങ്ങളെ, ഞാൻ എന്റെ സംസാരം നിർത്തുന്നു. അല്ലാഹുവിനോട് മാപ്പ് ചോദിക്കണേ. അസ്തഗ്ഫറൂ ലിദുനൂബിഹിം, അല്ലാഹുവിനോട് അവരവരുടെ തെറ്റുകളെ കുറിച്ച് ഇങ്ങനെ മാപ്പ് ചോദിച്ചു കൊണ്ടിരിക്കുന്നു. വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, ദോഷങ്ങൾ മാപ്പ് ചെയ്യുന്നവൻ അല്ലാഹുവാണ്. അല്ലാഹു അല്ലാതെ ആരാണ് ദോഷങ്ങളെ മാപ്പ് ചെയ്യുന്നവർ? വലം യുസിറു അലാ മാ ഫഅലൂ വഹും യഅലമൂൻ. ഞാൻ എന്റെ സംസാരം നിർത്തുന്നു.
ദോഷം ചെയ്തു പോവുക എന്നതിനേക്കാൾ കടുപ്പമാണ് മുസ്റു ദുനൂബാവുക എന്നത്. അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ഒരു തെറ്റ് ചെയ്തു പോയി, ഒരു വിഷയമല്ല, പിന്നെയും ചെയ്തു അതിനങ്ങനെ അഡിക്റ്റായി പോവുക, മുസ്റു ദുനൂബാവുക, അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. ആ മുഅ്മിനീങ്ങളെ സംബന്ധിച്ച് അല്ലാഹു പറയുന്നു, അവരൊരിക്കലും തെറ്റിൽ ഉറച്ചു നിന്നവരല്ല, അവർക്ക് അല്ലാഹു തആല മാപ്പ് കൊടുക്കുന്നവനാണെന്ന് അറിയുന്നവരാ, അവർക്ക് അല്ലാഹു തആല ദോഷങ്ങൾ പുറത്തു കൊടുക്കുമെന്നറിയാം. അതുകൊണ്ട് ഖൽബ് തട്ടി അല്ലാഹുവിനോട് മാപ്പ് ചോദിച്ച് നല്ല റാഹത്തിൽ തഖ്വയോടെ ഈമാനോടെ ജീവിച്ചു മരിക്കാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഞങ്ങളെ ഖൽബ് നന്നാക്കി തരണം.